ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ നൈറ്റിയാണ് കേട്ടോ. സാധാ ഒരു നൈറ്റിയാണ്, നമുക്ക് സിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു നൈറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു തുണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു വർക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് അത് കയ്യിനോ അല്ലെങ്കിൽ നെക്കിനൊക്കെ യൂസ് ചെയ്യാം. ഈ നൈറ്റിക്ക് ഞാൻ നെക്കിന് യൂസ് ചെയ്യണില്ല, കയ്യിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ മാറ്റി വെച്ചത്. അപ്പോൾ ഇനി രണ്ടായിട്ട് മടക്കി അത് പിന്നെ നാലാക്കുകയാണ് കേട്ടോ ചെയ്യണത്. നീളത്തിലാണ് മടക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് കാണാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി താഴെ നിന്ന്, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിലോട്ട് നമ്മൾ എത്രയാണോ ലെങ്ത്ത് അതാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ താഴെ നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ അതൊന്ന് അവിടെ കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട് ഒന്ന് കറക്റ്റ് ലൈന് ആണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അതായത് തുണി കോംവെട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ കറക്റ്റ് അളവ് നമ്മൾ എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്, താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തുണി വേസ്റ്റായി പോകും. അപ്പോൾ മുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അപ്പം തുണി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുകയാണ്. 7.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അത് തന്നെയാണ് നമ്മൾ ഹാമോളായിട്ടും അടയാളപ്പെടുത്തുന്നത് താഴോട്ട് കേട്ടോ. ഇനി 7.5, 8, 7 ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. 6.5 കുറച്ച് ചെറിയ കുട്ടികൾക്ക് 6, 6.5, അതുപോലെ അതിലും താഴെയുള്ള കുട്ടികൾക്ക് 4.5, 5, 5.5 ആ ഒരു അളവിലാണ് കേട്ടോ. കുറച്ചൊരു അഡൾട്ട്, കുറച്ചൊരു തടിയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ 7.5, 8 അതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ കറക്റ്റ് ഒരു അളവ് പറയുകയാണെങ്കിൽ ചെസ്റ്റ് ബൈ 12 നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയണത്. അതുപോലെ അത് തന്നെ ആയിരിക്കും താഴോട്ടും വരുന്നത്. പിന്നെ നമ്മൾ കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ, ചെസ്റ്റിൻ്റെ അല്ല ബ്രസ്റ്റിൻ്റെ അളവ് കേട്ടോ, ബ്രസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിലോട്ട് നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് പ്ലസ് ബൈ 4 പ്ലസ് 1.5. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അളവ് കണക്കാക്കുന്നത്. ഈ ഒരു മാക്സി ഞാൻ വേറൊരു മാക്സിയിൽ നിന്നും അളവെടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാക്സിയുടെ അളവ് തന്നെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷന് കൊടുക്കാത്തത്. അതല്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ അളവ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. ചെസ്റ്റ് പ്ലസ് 4 ബൈ 4 ഓക്കെ പ്ലസ് 1.5 അതാണ് അളവ് വരിക ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഷേപ്പിൻ്റെ അളവാണെങ്കിലും അതിലോട്ട് 4 കൂട്ടിയിട്ട് ബൈ 4 വെച്ചിട്ട് പ്ലസ് 1.5, അതായത് ഈ 1.5 നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. പിന്നെ നൈറ്റിക്കൊക്കെ നമ്മൾ 1.5 ഇഞ്ച് എടുക്കണം എന്നില്ല, 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അത്രയും മതി ഇത്. പിന്നെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ തടിയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്കൊരു തയ്യൽ തുമ്പ് കുറച്ച് അധികം ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ തുണി ഇല്ലെങ്കിൽ നൈറ്റിയുടെ പീസ് സാധാരണയായിട്ട് അത്രയും വെടുത്ത് കിട്ടാറില്ല. അപ്പോൾ ഇത് മുറിച്ചെടുക്കുന്ന തുണി ആയതുകൊണ്ടാണ് നമുക്ക് വീതി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 1.5 ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഷേപ്പിലോട്ട് ഒരു ലൈന് കൊടുത്തിട്ട് പിന്നെ താഴോട്ട് നമ്മൾ നേരെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത്. അതല്ലാതെ താഴോട്ട് നമ്മൾ വേറൊരു അളവും എടുത്തിട്ടില്ല. പിന്നെ താഴെ നമുക്ക് 18 ഇഞ്ച് 16 ഇഞ്ച് വിടുത്തിൻ്റെ അളവാണ് കേട്ടോ പറയണേ. 18, 16, 21, 22 അതല്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ള് വിടുത്ത് നമുക്ക് ഫ്ലെയറിന് അനുസരിച്ചാണ് കേട്ടോ. സാധാരണ നമ്മുടെ മാക്സി ബിറ്റിൽ താഴെ 16 ഇഞ്ചൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ കുറച്ചധികം പിന്നെ ഒരു 18 ഇഞ്ച് വരെയൊക്കെ കിട്ടാറുണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ വിടുത്ത് അങ്ങ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഫ്ലെയർ വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിടുത്ത് കിട്ടുന്നത്, എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഷേപ്പിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. ആം ഹോളിൻ്റെ അവിടെ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, മുന്നേ ഉള്ള വീഡിയോസിൽ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി പറയാം, ഒരു 1.5 ഇഞ്ച് കോണിച്ച ഭാഗത്ത് നിന്ന് മുകളിലോട്ട് എടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ് ആം ഹോള്. 1.5 ഇഞ്ച് 1.25 വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ആ ഒരു ടൈറ്റ് കിട്ടാതെ നല്ല ലൂസായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു കേർവ് നമ്മൾ കൊടുക്കുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യണത്. ഇനി നമുക്ക് കറക്റ്റായിട്ടതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ വരച്ചതിലൂടെ. അപ്പോൾ കട്ടിങ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ബോഡി പാർട്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ബാക്കി പീസ് കൊണ്ടാണ് നമ്മൾ സ്ലീവ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലെ ഭാഗം എടുക്കുക, അത് കറക്റ്റായിട്ട് തന്നെ വെക്കുക. താഴെ ഭാഗം 4 പീസും ഒരുപോലെയാണോ വലിപ്പം എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മളൊരു 2 ഇഞ്ചോ ഒരു 3 ഇഞ്ചോ ഒക്കെ നമ്മൾ അളവ് മുകളിലോട്ട് എടുക്കുക, താഴോട്ട് ഒരു 3 ഇഞ്ച്. ഓക്കെ, കോമൺ ആയിട്ട് ഒരു 3, 3.5 ഈ ഒരു അളവിൽ തന്നെ ആയിരിക്കും അധികമായിട്ടും വരുന്നത്. ആ അളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ചെസ്റ്റ് ബൈ 10 നമ്മൾ കണ്ടുപിടിക്കണത്. അത് നമുക്ക് സാധാരണയായിട്ട് അധികവും വരുന്നത് 3, 3.5 ആ ഒരു അളവിൽ തന്നെ ആയിരിക്കും അധികം ആളുകൾക്കും വരുന്നത്. പിന്നെ കുട്ടികൾക്ക് മാത്രമേ അങ്ങനൊരു ചെറുതായിട്ട് വരുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്നെങ്കിൽ ചെസ്റ്റ് ബൈ 10 എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അളവ് കേട്ടോ. പിന്നെ ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ലീവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാത്തവർക്കും ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന പീസ് നമ്മുടെ കൈ മാക്സി നൈറ്റ് നമ്മൾ തയ്ക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പീസ് നമുക്ക് മതിയാവത്തില്ല നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിന്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് അതൊക്കെ മതിയെങ്കിൽ അത്രയും മതി. അതല്ല, ഇതിപ്പോൾ ഒരു 11 ഇഞ്ച് വരെ നമുക്ക് കിട്ടുന്നുണ്ട് സൈഡിൽ നിന്ന് തന്നെ. പക്ഷെ അത് പോരാ, നമുക്ക് 17 ഇഞ്ച് വേണം ലെങ്ത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഏച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കതിൻ്റെ സൈഡിൽ നിന്ന് താഴെ നിന്ന് വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നീട് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അത് ഏച്ചു കൊടുക്കുകയാണ് കേട്ടോ. മാക്സിയുടെ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ്ങിന് വളരെ ഈസിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തും 2.5 ഇഞ്ച് താഴോട്ടുമാണ് ലെങ്ത്തുമാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 3.5 ഇഞ്ചൊക്കെ വിടുത്തെടുക്കാം, 3.5 4 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. നല്ല വൈഡായിട്ട് വരണമെങ്കിൽ 4 ഇഞ്ച് കൊടുക്കാം. പക്ഷേ 3 ഇഞ്ച് തന്നെ ധാരാളമായിട്ടുണ്ടാവും. 3, 3.5 ഇഞ്ചൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്, താഴോട്ടൊരു 2.5 ഇഞ്ചും. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് നെക്കിൻ്റെ. അത് ഫസ്റ്റ് നിങ്ങൾക്ക് അടിക്കുന്നവരാണ് എങ്കിൽ 3 ഇഞ്ച് വിടുത്തും ഒരു 2.5-3 ഇഞ്ച് താഴോട്ട് ലെങ്ത്തും എടുക്കാം. എന്നിട്ട് അതൊരു റൗണ്ട് നെക്കിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് ഫസ്റ്റ് തന്നെ ചെയ്യണത്. ഇത് നമ്മൾ തന്നെ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിലെ നെക്ക് വിടുത്ത് നമ്മൾ 3 ഇഞ്ചാണല്ലോ എടുത്തത്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്കും നമുക്ക് 3 ഇഞ്ച് തന്നെ വേണം. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്താം.
ഒരു 1.5 ഇഞ്ച് നമുക്ക് അങ്ങോട്ടേക്കും വേണം. അത് നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ താഴോട്ട് ലെങ്ത്ത് 6 ഇഞ്ച് എടുക്കുന്നത്. ഈ 6 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഷേപ്പ് ചെയ്തിട്ട് ഒരു പുതിയ നെക്ക് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇത് 3 ഇഞ്ച് ഇങ്ങോട്ട് കൊടുത്തിട്ട് താഴോട്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് സ്കിപ്പ് ചെയ്യുന്നില്ല. അറിയാത്തവർക്കായിട്ട് സ്ലോവിലി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. പറയുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് സ്പീഡിൽ ഒരു 2x നിങ്ങൾക്ക് ഇടാം. ഇങ്ങനൊരു ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ചാണ് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കണ്ട് അതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് പറയട്ടെ, നിങ്ങളിത് ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് താഴോട്ട് 1.5 ഇഞ്ച് വേണമെന്നില്ല. അതിന് പകരമായിട്ട് ഒരു 1 ഇഞ്ച് കൊടുത്താലും മതിയാകും കേട്ടോ. 1.5 ഇഞ്ച് കൊടുത്താൽ കുറച്ച് വീതി അധികമായിരിക്കും, 2 സൈഡിലും കൂടെ വരുന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് നമ്മുടെ സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ, സിബ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനേക്കാൾ 1 ഇഞ്ചാണ് നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ടൊരു കോണാക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ നമുക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് പലവിധ മോഡലിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു മോഡൽ കൊടുത്തെന്ന് മാത്രം. ക്യാൻവാസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏത് മോഡൽ നമുക്ക് ചെയ്താലും നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇനി ക്യാൻവാസ് ഇല്ലാത്തവർ ഒരു തുണിയിൽ ചെയ്താൽ മതി. പക്ഷെ തുണിയിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിപ്പോകും. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് അളവിൽ കിട്ടൂല, ഒരു വൃത്തിയും കാണൂല. അപ്പം അതുകൊണ്ടാണ് ക്യാൻവാസിൽ ചെയ്യണം എന്ന് പറയണത്. ഇനി നമ്മൾ വരച്ച ഭാഗത്തിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതൊരു തുണിയിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഭാഗം നമ്മൾ കാണുന്ന ഭാഗത്താണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് നല്ല തുണിയിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി നെക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസിൽ മാത്രം തികയൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് ഒരു പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ചീത്ത സൈഡിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ ജോയിൻ ചെയ്ത ആ സെൻറ്റർ ഭാഗം നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഭാഗം ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് പിൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി പോവാതെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. മടക്കി തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 5 ഇഞ്ചിലൊക്കെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പമാണ് കേട്ടോ പറയണത്. 5 ഇഞ്ചിലിട്ടുകാണ്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് പിന്നീട് നമ്മളത് അഴിച്ച് കളയുന്നതാണ്.
സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മടക്കി തയ്ക്കാം. മടക്കി തയ്ക്കുമ്പോഴാണ് ഞാൻ പറയണത് 5ലൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് അഴിച്ച് കളയാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ചീത്ത സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. ചീത്ത സൈഡും നല്ല സൈഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട്, അതായത് നൈറ്റിയുടെ പീസിൻ്റെ ചീത്ത സൈഡിൽ നമ്മൾ നമ്മളെടുത്ത നെക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അളവ് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ നെക്ക് ഉണ്ടാക്കിയത് വെക്കാം. ഇപ്പോൾ ചീത്ത സൈഡിൻ്റെ മുകളിൽ നെക്കിൻ്റെ നല്ല സൈഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കണക്കാക്കി വെച്ച് 3 ഇഞ്ചിൽ തന്നെ നമ്മൾ നെക്ക് എവിടെയാണോ വെച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ വെക്കുക. 3 ഇഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിൽ തന്നെ നമ്മുടെ ക്യാൻവാസ് വരത്തക്ക വിധം നമ്മൾ 2 സൈഡും ഒരുപോലെ വെച്ച് നമ്മൾ ക്ലിപ്പിട്ട് അല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് പിൻ ചെയ്ത് വെക്കണം എന്നില്ല. പക്ഷേ പിൻ ചെയ്ത് വെച്ചാൽ എപ്പോഴും നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ നെക്ക് ഡിസൈനിൻ്റെ അതേ അളവിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യണത്. എന്നിട്ട് താഴെയിലൂടെയും നമ്മൾ സിബ് വെക്കുന്ന ആ ഒരു ഭാഗത്തിലൂടെയും നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് അങ്ങനെ കൊണ്ടുവരാണ് ചെയ്യണത്. സിബ് വെക്കുന്ന അവിടെ ഒരു 1/4 ഇഞ്ചെങ്കിലും നമ്മൾ വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അത് കട്ട് ചെയ്യുമ്പോൾ ഒന്നിന്മേൽ തട്ടാതെ ഒരു ഓപ്പണായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ താഴ്ഭാഗത്തൊരു കോണാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ചുളിവില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമ്മളത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ല സൈഡിലോട്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യണത്. അതിന് മുന്നേ നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ടെക്ക് ഇട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാൻ പാടില്ല. ഇനി നല്ല വശത്തേക്ക് ഇട്ടിട്ട് അത് നമുക്ക് നല്ല രീതിക്ക് തന്നെ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മറിച്ചിടാം. എന്നിട്ടാണ് ഇനി ബാക്കി കാര്യം. അതിൽ നമ്മൾ ഒരു പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ച് അളവിലാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ മുറിച്ചെടുക്കുന്നത്. വിടുത്താണ് കേട്ടോ. അത് ക്രോസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. പൈപ്പിങ്ങിന് അറിയാലോ, മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വിടുത്തിൽ ക്രോസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് യോജിപ്പിച്ച് കൊണ്ടുവരുവാണ് ചെയ്യണത്. ഇനി നമുക്ക് ഇങ്ങനൊരു ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ത്രെഡിലാണ് നമ്മൾ ചെയ്യണത്. ഇതില്ലാത്തവർക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. പക്ഷെ ആ ഒരു റൗണ്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് വാങ്ങിച്ച് വെക്കുന്നത്. ഇനി അത് ഇങ്ങനെ കറക്റ്റായിട്ട് അതിനുള്ളിലോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 സൈഡ് ഫൂട്ട് ഇടണം കേട്ടോ. 1 സൈഡ് ഫൂട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 സൈഡ് ആണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റൂല. പിന്നെ ചെയ്ത് നോക്കാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ 1 സൈഡ് ഉള്ളവർ അത് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പൈപ്പിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് സിബ് വെക്കുന്നതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനൊരു പീസ് 1/4 ഇഞ്ചിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് 1 ഇഞ്ച് വിടുത്തിൽ അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ച് വിടുത്തിലൊക്കെ നമുക്ക് എടുക്കാം. ഇനി 1/4 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ചൊക്കെ വേണമെന്നുള്ളവർക്ക് 1.5 ഇഞ്ചും വിടുത്തും കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 സൈഡിലും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് 1 ഇഞ്ചൊക്കെ മതിയാവും. ഇനി അത് നമ്മളത് മടക്കിയിട്ട്
കറക്റ്റായിട്ട് തന്നെ 2 സൈഡിലും വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി അത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതും കൂടെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതാണ് നമ്മുടെ സിബ്, ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആ പല്ലിന്മേൽ തട്ടാതെ നമ്മൾ ആ സൈഡിലുള്ള ആ ഒരു പീസിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഒന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക കേട്ടോ. 2 സൈഡിലെയും അതുപോലെ തന്നെ ചെയ്യുക. ഒരു സൈഡ് ചെയ്തിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് അതായത് സിബ് ക്ലോസ് ചെയ്തിട്ട് അടുത്തത് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ നമുക്കൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. പിന്നെ സിബിൻ്റെ അവിടെ നമുക്ക് ഡബിളായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. ഇനി ഞാനിത് ഇവിടെ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്റ്റിച്ച് കഴിക്കാനുള്ളതാണ്, 5 ലിട്ട് അടിക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യണത്. ഇത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എടുത്ത് കളയേണ്ടതാണ് കേട്ടോ. ഇത് വലിയ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൻ്റെ നെക്ക് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. ശേഷം ബാക്കും ഫ്രണ്ട് ഭാഗവും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണത് എന്നുള്ളത്. ബാക്ക് നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് കറക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ട് പീസ് ബാക്കിൻ്റെ മുൻവശവും നല്ല വശവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് നെക്ക് അവിടെ നമ്മൾ ഫ്രണ്ടിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അത് ബാക്ക് ഭാഗത്തിൻ്റെ നെക്ക് നമ്മൾ ക്രോസ് പീസ് മടക്കി തയ്ക്കുന്നത്. ശേഷം നമ്മൾ ബാക്ക് ഭാഗം പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ സ്ലീവ് നമ്മൾ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഏക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസും കൂടെ നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലൈസ് പോലെയുള്ളൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഭാഗം. അപ്പോൾ അതും കൂടെ അതിന്മേ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതല്ലെങ്കിൽ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുമ്പിലൂടെ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്ന് പോയാൽ തന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാകപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിലൂടെ നമുക്ക് എത്രയും നീറ്റാക്കാൻ പറ്റുമോ അത്രയും നീറ്റാക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ഥിരിക്കിട്ടിട്ട് ഒന്ന് നീർത്തിയിട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല നീറ്റിൽ കിട്ടും. നമ്മൾ എത്ര പെർഫെക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മളെ ജോലിയിൽ നമുക്ക് നീറ്റായിട്ടും നമുക്ക് ഓർഡറും അതിനനുസരിച്ച് കിട്ടും കേട്ടോ.
സ്ലീവ് എല്ലാം ഏച്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് 2 സ്ലീവും ഒരുപോലെ അളവാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്ലീവ് ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ ഫ്രണ്ട് ഭാഗത്തെ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും അവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുക. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊരു ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വലിയ ജോലിയൊന്നുമില്ല. നമുക്കത് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ അളവ് നമുക്ക് വേണ്ടത് ആ ഒരു അളവിൽ നമ്മൾ അളവെടുത്തിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്യാണ് ചെയ്യണത്. ഇനി ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ഇനി എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ വലിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നൈറ്റിക്ക് പിന്നെ വേറൊരു ടഫായിട്ടുള്ള ഒരു കാര്യവും പിന്നീട് വരുന്നില്ല. പിന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി താഴെ ഒന്ന് മടക്കി തയ്ക്കും കൂടെ വേണം. അതോടുകൂടി നമ്മുടെ നൈറ്റിയുടെ പ്രോസസ്സ് ഫിനിഷ്. പിന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്